എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി 77 സങ്കീർത്തനം വാക്യങ്ങൾ 16 17. സങ്കീർത്തനം 77 16 17 വാക്യങ്ങൾ. ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു, ആഴികളും വിറച്ചുപോയി. മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു, ആകാശനാദം മുഴക്കി, നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രതീകമാണ് ജലം എന്ന് പറയുന്നത്. ഗോലിയാത്തിനെ നേരിടാൻ ഇറങ്ങിത്തിരിച്ച ദാവീദ് നദിയിൽ നിന്ന് 5 കല്ലുകളാണ് എടുത്തത്. വെള്ളത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന നമുക്ക് ദൈവവചനമാകുന്ന അരുവിയിൽ നിന്ന് 5 ആശയങ്ങൾ പെറുക്കിയെടുക്കാം. ദാഹജലം, പഥ്യജലം, സ്നാനജലം, തീർത്ഥജലം, ജീവജലം, ഇവയാണ് ആ 5 കാര്യങ്ങൾ. വെള്ളത്തിൻ്റെ വേദശാസ്ത്രം നോക്കുമ്പോൾ എബ്രായർ സമുദ്രത്തെ ആശ്രയിച്ച് ജീവിച്ചവരല്ല, മരുഭൂമിയിൽ കഴിഞ്ഞുകൂടിയവരാണ്. മരുവാസികൾക്ക് ഏറ്റവും വിലപ്പെട്ടത് വെള്ളമാണ്. തങ്ങളുടെ ജീവിതം നിലനിർത്തുന്നതിന് മറ്റെന്തിനേക്കാളും ആവശ്യം വെള്ളമാണെന്ന് അവർ അറിഞ്ഞിരുന്നു. ജീവജലം എന്ന പ്രയോഗത്തിന് കേരളത്തിലുള്ള നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ആഴമായ അർത്ഥം എബ്രായർ നൽകിയിരുന്നു. ജീവൻ ഉൽപ്പാദിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും വെള്ളത്തിന് കഴിവ് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമാണ്. എബ്രായർ സമുദ്ര സഞ്ചാരികൾ അല്ലാഞ്ഞതിനാൽ കടലിനെ അവർ ഭയപ്പെട്ടിരുന്നു. ചെറിയ വെള്ളപ്പരപ്പ് കണ്ടാൽ അവരതിനെ കടലെന്ന് കയറി വിളിക്കും എന്നത് പല വായനകളിൽ ശ്രദ്ധേയമാണ്. 13 മൈൽ നീളവും 7.5 മൈൽ വീതിയുമുള്ള ഗലീല തടാകത്തെ ഗലീല കടൽ എന്നാണ് എബ്രായർ പറഞ്ഞത്. ശത്രു രാജ്യങ്ങളുടെ ആക്രമണം നേരിട്ടാൽ അവർ പറയുന്നത് പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണു, അതിലെ വെള്ളം ഇരച്ചു കലങ്ങി എന്നതാണ്. ഉപദ്രവങ്ങളോ പീഡനങ്ങളോ സംഭവിച്ചാൽ അനേകം തിരമാലകൾ എൻ്റെ മീതെ കടന്നുപോയി എന്ന് ചിത്രീകരിക്കുന്നു. അഗാധമായ ദുഃഖത്തിൽ എബ്രായൻ്റെ പ്രാർത്ഥന, ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു, ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു, ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു, പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു എന്നായിരിക്കും. അതായത് വെള്ളം ജീവൻ്റെ പ്രതീകമായിരിക്കുന്നത് പോലെ തന്നെ ജലാശയം ദുഃഖത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രതീകവുമാണ്. വെള്ളത്തിന് ശാന്തമായിരിക്കാനും കോപിക്കാനും കഴിയുന്നു. ചലനാത്മകതയും മറ്റൊന്നിൻ്റെ സാദൃശ്യം പ്രതിബിംബിക്കാൻ കഴിയുന്ന പ്രകൃതവും ഉള്ളതുകൊണ്ടായിരിക്കണം സൃഷ്ടി വസ്തുക്കളിൽ മറ്റുള്ളവയേക്കാൾ കൂടുതൽ ദൈവികത വെള്ളത്തിൽ മുറ്റി നിൽക്കുന്നത്. ജലത്തിൻ്റെ അധികാരിയായ ഒരു ദൂതനെ വെളിപ്പാട് പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ബെഥെസ്ദാ കുളത്തിൽ ഒരു ദൂതൻ ഇറങ്ങി വെള്ളം ഇളക്കുമ്പോൾ അതിന് സൗഖ്യസിദ്ധി വരുന്നു എന്ന് അവർ കരുതിയിരുന്നു. ഒന്ന്, ദാഹജലം എന്ന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വളരെ മുൻപ് പത്രത്തിൽ കണ്ട ഒരു ചിത്രവും അതിൻ്റെ അടിക്കുറിപ്പും ഇങ്ങനെയാണ്: വരണ്ട് വിണ്ട ഭൂമി, ശൂന്യമായ ഒരു കലവുമായി വരണ്ട് കീറിയ മണ്ണിലൂടെ എവിടെയെങ്കിലും കുടിവെള്ളം കിട്ടും എന്ന പ്രതീക്ഷയോടെ അന്വേഷിച്ചു പോകുന്ന ഒരു മനുഷ്യൻ. ദാഹജലം തേടുന്ന മനുഷ്യരെന്നായിരുന്നു അടിക്കുറിപ്പ്. ഈ ചിത്രം ആധുനിക ലോകത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രമാണ്. ആധുനിക മനുഷ്യൻ ഒടുങ്ങാത്ത ദാഹം അനുഭവിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അവൻ്റെ ദാഹം ശമിപ്പിക്കാൻ കഴിയുന്നില്ല.
എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദാഹിക്കുന്നവർക്കായുള്ള ഒരു വിളി നമ്മൾ നോക്കുമ്പോൾ, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ എന്ന് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ ആരംഭഭാഗത്ത് നമ്മൾ കാണുന്നു. വരൾച്ച രൂക്ഷമായി അനുഭവിക്കുമ്പോൾ കുടിവെള്ളം ഒരു സാമൂഹ്യ പ്രശ്നമായി തീരുന്നു. മരുഭൂമിയിൽ സഞ്ചരിച്ച് കൂടാരങ്ങളിൽ വസിച്ച ഇസ്രായേലിന് ഒരു ഉത്സവം ഉണ്ടായിരുന്നു, കൂടാര പെരുന്നാൾ. ഈ പെരുന്നാളിലെ ഒരു ചടങ്ങ് കുടിവെള്ളത്തിൻ്റെ പ്രാധാന്യം അനുസ്മരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ യേശു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഈ വിളി സുവിശേഷത്തിൻ്റെ സാർവത്രികതയെ കാണിക്കുന്നു. എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിളിയാണത്. എന്നാൽ സുവിശേഷത്തിൻ്റെ വ്യക്തിഗത സ്വഭാവവും ഈ വിളിയിൽ അടങ്ങിയിട്ടുണ്ട്. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. സുവിശേഷം സാർവത്രികമായ ഒരു വിളിയാണെങ്കിലും ഓരോ മനുഷ്യനും വ്യക്തിപരമായി അത് വിശ്വസിച്ച് അംഗീകരിക്കേണ്ടതുണ്ട്. ദാഹിച്ച് തളർന്നു കഴിഞ്ഞ ആധുനിക തലമുറ ഈ വിളി ഒന്ന് കേട്ടിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഈ ദാഹം പാപം നിമിത്തം മനുഷ്യ ഹൃദയത്തിൽ നേരിട്ട വരൾച്ചയിൽ നിന്നുള്ള ദാഹവും, ഈ ദാഹജലം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവുമാണ്. ദാഹിക്കുന്ന ഒരുവന് കുടിക്കാൻ ജലം എവിടെ കിട്ടും എന്ന് അറിയിക്കുന്നത് പോലെയാണ് സുവിശേഷവൽക്കരണം എന്ന ഒരു ചിന്ത പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. ദാഹജലത്തിന് വരുവീൻ എന്ന് വിളിക്കുകയാണ് സഭയുടെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജോലി. പരിശുദ്ധാത്മാവും സഭയും പിന്നെ ശ്രോതാക്കളും ചേർന്ന് നടത്തുന്ന ഒരു കൂട്ട വിളിയാണത്. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ അങ്ങനെ വായിക്കുന്നു. രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത് പഥ്യജലമാണ്. ദാഹജലം അന്വേഷിച്ച് പോകുന്ന മനുഷ്യൻ ജലം കണ്ടെത്തുന്നു എങ്കിലും അത് കുടിക്കാൻ കൊള്ളാത്ത അവസ്ഥ ചിലപ്പോൾ അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ അഹിതമായ ജലം ഹിതകരമായി തീരുന്നതിനെയാണ് പഥ്യജലം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്രകാരമുള്ള ചില സന്ദർഭങ്ങൾ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നു. ഒന്ന് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യമാണ് മാറായിലെ കയ്പ് ജലം. ശൂർ മരുഭൂമിയിൽ 3 ദിവസം വെള്ളം കിട്ടാതെ സഞ്ചരിച്ച ജനം മാറായിലെത്തിയപ്പോൾ അത് കയ്പുള്ളതായി കണ്ടെത്തി. യഹോവ കാണിച്ചു കൊടുത്ത വൃക്ഷം വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ അത് മധുരമായി തീർന്നു. ഈ സംഭവത്തോട് ചേർന്ന് മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും ഞാൻ നിനക്ക് വരുത്തുകയില്ലെന്നും ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നുവെന്നും ദൈവം ഇസ്രായേലിനെ അറിയിക്കുന്നു. ഈ ജലത്തെ നമുക്ക് സൗഖ്യജലമെന്ന് വിളിക്കാം. കയ്പുനീരിൽ വൃക്ഷക്കമ്പടിച്ചപ്പോൾ അത് മധുരമായതുപോലെ പാപത്താൽ വന്നുകൂടിയ തിക്താനുഭവങ്ങൾ കാൽവറിയിലെ മരക്കുരിശിനാൽ മധുരമാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുന്നു. മരത്താലെ വന്നത് മരത്താലെ നീക്കപ്പെടുന്നു. മറ്റൊന്ന് യെരിഹോവിലെ മരണജലമാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 19 മുതലുള്ള വാക്യം. യെരിഹോ മനോഹരമായ ഒരു പട്ടണമായിരുന്നു. അതിൻ്റെ ഇരുപ്പ് വളരെ കെങ്കേമമാണ്. പക്ഷേ ഒരു ദോഷം മാത്രം. അതിലെ വെള്ളം കുടിച്ചാൽ സ്ത്രീകൾക്ക് ഗർഭനാശം നേരിടുന്നു. സന്തതി ഒന്നും കരുപ്പിടിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം അതിലെ വെള്ളം ഒഴുകിയെത്തുന്നത് ചാവുകടലിലെ അന്തർധാര വഴിയാണ്. മരണത്തിൻ്റെ പ്രമാണത്തിലാണ് പട്ടണത്തിൻ്റെ ഇരിപ്പ്. ഏലിശ പുതിയ തളിക കൊണ്ടും ഉപ്പ് കൊണ്ടും വെള്ളത്തെ പഥ്യമാക്കി. പുതിയ തളിക പുതിയ ഹൃദയത്തെയും ഉപ്പ് പരിശുദ്ധാത്മാവിൻ്റെ ശുചീകരണത്തെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ദാവീദ് പ്രാർത്ഥിച്ചത്, ദൈവമേ നിർമ്മലമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന്.
3 മരുഭൂമിയിലെ മരീചികയാണ്. മരുഭൂമിയിൽ നടന്നു പോകുന്ന യാത്രക്കാർ അകലെ വെള്ളം വെട്ടിത്തിളക്കുന്നതായി കാണുന്നു. അവിടെ ചെല്ലുമ്പോൾ ആ കാഴ്ച വീണ്ടും അത്രയും അകലത്തിൽ തന്നെയാണ്. യാത്രക്കാരൻ നേർപാത വിട്ട് മരുഭൂമിയുടെ മധ്യത്തിൽ അലഞ്ഞു വലഞ്ഞു പോകുന്നു. മണൽപ്പൊടികളും സൂര്യപ്രകാശവും ഏകോപിച്ച് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് വെള്ളത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഈ മരീചിക. യിരെമ്യാ പ്രവാചകൻ പറയുന്നു, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം. എന്നാൽ മരീചിക പൊയ്കയായും മരുഭൂമി മലർവാടിയായും തീർക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ രൂപാന്തര ശക്തിയെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്: മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവകളായും തീരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം. എളിയവരും ദരിദ്രരുമായവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു. ഒട്ടും കിട്ടായ്കയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കും. നമ്മുടെ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്ന, മോഹങ്ങളെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്ന പരിശുദ്ധാത്മാവിങ്കലേക്ക് തിരിയുമ്പോൾ മരീചിക മാറി മറയും എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ വെള്ളത്തെക്കുറിച്ച് 2 തരത്തിലുള്ള വേദപുസ്തക ചിന്തയാണ് നമ്മൾ കണ്ടത്. ഒന്ന് ദാഹജലം, മറ്റൊന്ന് പഥ്യജലം. നമ്മുടെ ജീവിതത്തിൽ കയ്പിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മധുരമുള്ളതാക്കി, ഫലമുള്ളതാക്കി, സമൃദ്ധിയുള്ളതാക്കി തീർക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് വരണ്ട അനുഭവത്തിൽ നിന്ന് സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാം. ദൈവാത്മാവിനോടൊപ്പം നമ്മുടെ ജീവിതം ഫലകരമുള്ളതായി, മധുരമുള്ളതായി മാറ്റാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള 2 ചിന്ത അടുത്ത ധ്യാനത്തിൽ നമുക്ക് പങ്കുവയ്ക്കാം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പരിശുദ്ധാത്മാവാകുന്ന വെള്ളം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വരണ്ട അനുഭവങ്ങളിലേക്ക് പെയ്തിറങ്ങണമേ. ഞങ്ങളെ നനച്ച് പുഷ്ടി വരുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മാറായുടെ അനുഭവത്തെ മധുരമുള്ളതാക്കി തീർക്കാൻ അവിടുന്ന് ശക്തനായി ഞങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഉപയോഗശൂന്യമായ ജീവിതത്തെ പഥ്യജലം പോലെ മാറ്റുവാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്കുള്ളത് കൊണ്ട് സ്തോത്രം. കർത്താവേ, ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിലും കൃപയിലും ആശ്രയിക്കുന്നു. ഞങ്ങളെ ഫലമുള്ളവരാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെയും പരിശ്രമങ്ങളെയും അവിടുന്ന് അറിയുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഫലകരമായ ഒരു ജീവിതത്തിൽ നിലനിൽപ്പാൻ ഇന്നത്തെ പകൽക്കാലം ഞങ്ങളെല്ലാവരെയും ഒരുപോലെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുണയുടെ തീർത്ഥജലം പുതിയ നാൾ വഴികളിൽ പെയ്തിറങ്ങി അവരെ അനുഗ്രഹിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും നിറവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.